ആ ആ ഈ ഒരു ട്രബിൾ ഹൂക്കിനകത്ത് ഇതുപോലെ തീറ്റ കയറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ ഉള്ളത് മീനച്ചിലാറിൻ്റെ സൈഡിലാണ്. ഇവിടുന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ പുല്ലൻ എന്ന് പറയുന്ന മീനിനെ ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടി പോവാണ്. ബാ നമുക്ക് താഴത്തെ പുല്ലിനെ പിടിക്കാൻ പറ്റുമോ? പുല്ലുണ്ട്. അപ്പേ അത് വിട്ടു പോകാൻ എല്ലാ ചാൻസും ഉണ്ട്. ഹെവി പുല്ല് എങ്ങനെ കൊണ്ടുപോകാം? പക്ഷേ ലൂസാക്കല്ലേ, ലൈൻ ലൂസാക്കല്ലേ, നീ കാണിച്ചേ ലൈൻ ലൂസാക്കല്ലേ. എന്തോ അപ്പം ഇപ്പം പറഞ്ഞേ ഇവിടെ വന്നപ്പേ ഇവിടെ പിടി. കളയിൽ പോകും. ആ ഒരു പാടി ഹെവി അപ്പം ലൈൻ ലൂസാക്കല്ലേ. പുല്ലടി ഇവിടല്ലേ. പയ്യെ പിടിച്ചോ. മാറടി. മീൻ്റെ സൈസ് കണ്ടോ? ഓ ഇന്നലെ കിട്ടാത്തതിൻ്റെ ആദ്യത്തെ ഇതിനകത്ത് അങ്ങ് തീർത്ത് കേട്ടോ. പുല്ലിൻ്റെ സൈസ് നോക്കിയേ. പപ്പയ്ക്ക് ഇന്നലെ കിട്ടിയ അതേ സൈസ്. ഇത് കണ്ടോ നോക്കിയേ, സൈസ് നോക്കിയേ. എൻ്റെ കൈയുടെ ഇത്രയും. അടുത്തടുത്ത് പിടിക്കഞ്ച് പോനെ. എടി നീ തീറ്റെടുത്ത കാശെടുത്ത് ഇരിക്കണേ. ചെന്ന് നിൽക്കുന്ന നീ തറയിലിരിക്കുക. എന്നാൽ കസേര എടുത്തോണ്ടിരിക്കുക. എത്ര കസേര ഉണ്ടോ അവിടെ? നോക്കി എൻ്റെ പൊങ്ങെ തന്നെ സൂക്ഷിച്ച് നോക്കിയേ. ആ പപ്പ അടുത്ത്. പപ്പ പുല്ലൻ ഞാൻ പിടിച്ചോളാം. വലുതാണ്, പക്ഷെ ഞാൻ എടുക്കാൻ പോവാ സ്വന്തമായിട്ട്. നെക്സ്റ്റ് ഇതേണ്ട ഉണ്ട് തപ്പേ. എൻ്റെ രണ്ടാമത്തെ പുല്ലൻ ഇന്നത്തെ നാടാൻ പോലെ. രണ്ടാമത്തെ പുല്ലൻ നല്ല മുഴുത്ത പുല്ലൻ. നെക്സ്റ്റ് ഒരെണ്ണം കുഞ്ഞു പറയാം. 5 ഇങ്ങനെ അടക്കണം. ഇതേണ്ട, ഇതാണ് മന്ത്രം. പുല്ലിനെ ആകർഷിക്കുന്നത്. താത്തയും കിട്ടും. ആ നെക്സ്റ്റ് വേണ്ട. നെക്സ്റ്റ് രണ്ടാമത്തെ പുല്ല്. എൻ്റെ മൂന്നാമത്തെ. എനിക്ക് ചൂണ്ടയിലെടുത്തത് 3 കിട്ടുന്നതെല്ലാം വലുതാണ് കേട്ടോ. യെസ്, ഇനി കിട്ടുന്നതെല്ലാം നല്ല അടിപൊളി മീനാണ്. ബക്കറ്റ് നിറയ്ക്കാൻ പറ്റുന്ന മീനാണ്. ഇത് കണ്ടോ, ഇന്നലെ കിട്ടുന്ന ഇതെല്ലാം നല്ല വലിയ മീനാണേ. എന്താ ഇത് കണ്ടോ മീൻ സൈസ് നോക്കി. എല്ലാം ഈ സൈസ് മീനാണ് കിട്ടുന്നത് കേട്ടോ. 5 മണി ട്രിപ്പിൾ കിട്ടിത്തരട്ടെ. സ്ട്രഗിൾസ് ഓഫ് എ പ്രഗ്നന്റ് വുമൺ. അവൾക്കേ എടി നീ കസേര വന്നിരുന്നിട്ട് അവിടുന്ന് ആ നീളമുള്ള ചൂണ്ടിയിട്. നെക്സ്റ്റ്. 2 ഡ്യൂവൽ. 5 പയ്യെ പൊക്കിക്കോ. എനിക്കും 5 ഒരുപോലെ ഇത് കേട്ടോണേ. കാണിച്ചുതരാം കേട്ടോ. എനിക്കൊരു ചെറുത്. കുഞ്ഞുറെ മാറിയേ. 5 പിടിക്കുന്നുണ്ടോടെ. ഇത് കണ്ടോ, ഇത് കുഞ്ഞപ്പനാ. കുഞ്ഞുമരത്തിന് പിടിക്കാൻ പറ്റും. 5 കൊച്ചിനെ മാറ്റിക്ക്. ഓരോന്ന് കുഞ്ഞു പിള്ളേരുടെ മീനാ അത്. അതിനെ അപ്പം തരാവേ. ഇതാരുടെ മീൻ? ഇത് ആരുടെ മീനാ? അത് കുഞ്ഞു പിള്ളേരുടെ മീൻ. എടാ കുഞ്ഞപ്പനെ എവിടെ ഇടണ്ടേ? ഇടാലോ. ഇവൻ്റെ പേരെന്നാ? കുഞ്ഞപ്പൻ. ഇനി ഉണ്ടോ? ഒരു സെക്കൻഡേ. റെഡി പിടിച്ചോടി. വേണ്ട 5 മീൻ. എൻ്റെ ചൂണ്ട ഇവിടെ കിടപ്പുണ്ട്. തീറ്റ അവിടെ വെച്ചാൽ മതി. അത് തരണ്ട. അവിടെ ഇരുന്നോട്ട്. ആ നെക്സ്റ്റ് അടുത്ത പുല്ലൻ. വാ ആ മോനെ കുഞ്ഞു പറയും. നെക്സ്റ്റ് പുല്ലൻ. ആ കിട്ടി. കുഞ്ഞിപ്പിള്ളേരുടെ ചൂണ്ട. കുഞ്ഞിപ്പിള്ളേരുടെ പുല്ലൻ. മമ്മിയുടെ സ്ഥലത്തോട്ട് പോവാ. കുഞ്ഞിപ്പിള്ളേരുടെ പുല്ലൻ. ഒരു കുഞ്ഞിപ്പിള്ളേരുടെ കുഞ്ഞിപ്പുല്ലനെ കിട്ടി. ഇത് കണ്ടോ? വാ, ഇത് കുഞ്ഞിപ്പിള്ളേരുടെ പുല്ലനാണോ? അല്ല, ഇച്ചിരി വലുതാണല്ലോ. ഇച്ചിരി വലുതാല്ലേ? ബക്കറ്റിലിട്ടാക്കട്ടെ. നെക്സ്റ്റ്
ആണോ മമ്മിക്ക്? ഓ മമ്മിക്ക് പരല്. അങ്ങനെ മമ്മിയുടെ ആഗ്രഹ സഫലമായി മമ്മിക്ക് ഒരു പരല് കിട്ടി അവിടുന്ന്. പിടിക്കുവാണേ. ആണോ പപ്പയ്ക്ക് പുല്ലൻ. അപ്പം സ്വന്തമായിട്ട് പൊക്കെ എടുക്കത്തില്ലേ? അല്ലേ പപ്പ എടുത്ത് പഠിക്കട്ടെ. അവള് സ്വന്തമായിട്ട് എടുത്തേ. ഉണ്ട് പോട്ടെ, സാരമില്ല. ആർക്കും ആദ്യം കൊന്നറിയാം, എല്ലാവർക്കും കൊത്തുന്നുണ്ട്. അഞ്ജുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ അഞ്ജുവിൻ്റെ പിങ്ക് പൊങ്ങ് നോക്കുക, പിങ്ക് അല്ല ഓറഞ്ച് പൊങ്ങ് നോക്കുവാണെങ്കിൽ അതിൽ നല്ല കൊത്തുണ്ട്. എനിക്ക് കൊത്തിയായിരുന്നു, പക്ഷെ ഇപ്പോൾ കൊത്തുന്നില്ല. ആ നെക്സ്റ്റ് കുഞ്ഞുമറിയ മാടി. വലിയ കൊമ്പൻ പുല്ല് കിട്ടോ. കൊമ്പൻ പുല്ല കുഞ്ഞുമറിയ, കൊമ്പനല്ല കേട്ടോ. അടുത്ത് നെക്സ്റ്റ് അവിടെ പിടിച്ചോ. ആഹാ അതെ, എത്ര നാൾ കൂടിയിട്ടാണ് അറിയാം നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് മീൻ പിടിക്കണേ. നെക്സ്റ്റ് ഹെവി കുഞ്ഞുമറിയ വലിയ പുല്ലൻ കൊമ്പൻ. വേണ്ട. നോക്കി അടിപൊളി, എല്ലാം നല്ല സൈസ് മീനാണ് കേട്ടോ. വാടാ 2 ഹുക്ക് ഉടക്കിയായിരുന്നേ. നല്ല ഊരുള്ള മീനാണ് കേട്ടോ. എവിടെയൊക്കെയോ നല്ലതായിട്ട് ഇടി മിന്നുന്നുണ്ട്. മഴ പെയ്യുമായിരിക്കും. ഇതിൻ്റെ മെയിൽ ചുണ്ട കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോത്തില്ല, കാരണം നല്ല കട്ടിയാണ് അതിൻ്റെ മെയിൽ ചുണ്ട്. നെക്സ്റ്റ് അടുത്ത് പിടിക്കട്ടെ. ഓ അടുത്ത് നെക്സ്റ്റ് ആഹാ അമ്മി നോക്ക് അടുത്ത്. ഓ എല്ലാം നല്ല സൈസുള്ള മീൻ. പപ്പയ്ക്ക് കിട്ടിയോ? ഓട്ടോ പപ്പയ്ക്ക് കിട്ടിയോ? കാണിച്ചതേ. പപ്പയ്ക്ക് കിട്ടിയോ? ഒരു സെക്കൻഡേ കാണിച്ചുതരാം. പോയോ? ആടെ പപ്പയ്ക്ക് കിട്ടി. അടിപൊളി. ഇവിടെ ഒരു മസാല കുഞ്ഞിനെ കാണാം. ഇതാണ് ഞങ്ങളുടെ മസാല ദോശക്കട കേട്ടോ. മസാല ദോശക്കാരാ? ഇവിടെ മസാല ദോശ ഉണ്ടോ? ഓക്കെ, ഇച്ചിരി തന്നെ. ഇനി സബ്സ്ക്രൈബേഴ്സിനോട് വേണമെന്ന് ചോദിച്ചേ. മസാല ദോശ വേണോ? മസാല ദോശ വേണമെങ്കിൽ അതെന്നാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ ഗസ് ചെയ്യണം. അടുത്ത പിടിക്കാം. അമ്മ തീറ്റ ശരിക്കും വെക്കണേ. അടുത്ത പിടിക്കട്ടെ. ഇന്ന് പിടിച്ച മീനെ കാണിച്ചിരാം. ബാ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഇന്ന് പിടിച്ച മീൻ. പക്ഷേ ഉണ്ടല്ലോ, ഇന്നലെ പപ്പയ്ക്ക് ഒരു അടിപൊളി മീൻ കിട്ടി. ഞങ്ങൾ ഇന്നലത്തെ മീൻ പിടുത്തം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം ഈ മീനിനെ നമ്മൾ ഫ്രൈ ചെയ്തൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. മീനായിട്ട് വീട്ടിൽ പോകണോ? പണ്ടൊക്കെ ആൾക്കാർ പോകുന്നത് കണ്ടോ, നല്ല സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പിടിച്ച മീനായിട്ട് ഇതേ വീട്ടിൽ വന്നിട്ടുണ്ട്. മമ്മി മീനെ കൊണ്ട് ഇട്ട് നമ്മുടെ സിങ്കിലോട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ആഹാ, ഒരു സിങ്ക് നിറച്ച് പുല്ലൻ. നമ്മൾ മീൻ വെട്ടി വന്നപ്പോഴാണ് ഒരു കാര്യം നോട്ടീസ് ചെയ്ത്. മീനിൻ്റെ വയറ്റിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. മീൻ വെട്ടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് പനഞ്ഞീൻ.
നമ്മുടെ നാട്ടിൽ പനഞ്ഞി എന്ന് പറയും മീനിൻ്റെ മുട്ട. മമ്മി അങ്ങനെയാണെങ്കിൽ നമുക്കേ ഇന്ന് ഇതിനെ വറക്കണ്ട, ഇന്ന് നമുക്ക് മുട്ട വറുത്താലോ സ്പെഷ്യലിന്? ഇന്ന് എല്ലാവർക്കും വറക്കാൻ മാത്രം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മീനിൻ്റെ മുട്ട വറുത്ത് കഴിച്ചാലോ? ഓക്കെ, ഡൺ. മീൻ നാളെ വറുത്താൽ മതി, ഇന്ന് സ്പെഷ്യൽ മുട്ട. ഇത് മമ്മിയാണെങ്കിൽ മുട്ട നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി അല്ലേ, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ക്രഷ് ചെയ്ത മുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. പുളിയുണ്ടോ? ഇച്ചിരി പുളി വെള്ളവും കൂടെ. ഓക്കെ, ഇതിന് മിക്സ് ചെയ്യുന്നത് കാണിച്ചു തന്നെ. ഇതിന് നമ്മൾ അരച്ചെടുക്കുമോ? എനിക്ക് സത്യം പറയാം, എനിക്കിപ്പോൾ നന്നായിട്ട് വിശക്കുന്നു മമ്മി. ഇതിൻ്റെ കൂടുതൽ ഉപ്പും കൂടി ഇട്ട് മമ്മി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇത് കുഞ്ഞിതായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിനെ നമ്മുടെ മുട്ടയ്ക്കകത്തോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ അല്ലേ മിക്സ് ചെയ്യണം അല്ലേ? ഈ മുട്ട ഇതുണ്ട്, ഇതിപ്പോൾ നന്നായിട്ട്, ഇത് ഉപ്പിട്ടതല്ലേ, ഉപ്പ് ആവശ്യത്തിന് ഇട്ടതാണ്. ഇതിന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ആറ്റുമീൻ്റെ ആണ് കേട്ടോ, കടൽ മീൻ്റെ ഇങ്ങനെയല്ല നമ്മൾ വെക്കുന്നത്. ഇത് നമ്മുടെ പാൻ ചൂടായി, അതിലേക്ക് മമ്മി വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. ഇനി ഈ പാനയിലോട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ചെറിയ ചെറിയ ഓംലെറ്റ് പോലെ എടുത്തങ്ങ് വെക്കും കേട്ടോ. ഇത് കണ്ട അച്ചാച്ചനായിരിക്കും. മോളിയാൻറ്റിയോ? മോളിയാൻറ്റിക്ക് ഇഷ്ടമാണോ പനഞ്ഞി? ഓർക്കുന്നുണ്ടോ ഒരു പ്രാവശ്യം ഇതുപോലെ പിടിച്ച് പനഞ്ഞിയും പൊരിച്ച് മോളിയാൻറ്റിക്കൊക്കെ കൊടുത്തു വിട്ട്? അയ്യോ എനിക്ക് ആൻറ്റി അവിടെ നിന്ന് കാണുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതിനിതേ വറുത്ത് ഒരു സൈഡ് സെറ്റായി കഴിയുമ്പോഴേക്കും നമ്മളിതിനെ മറിച്ചിടും ഇപ്പുറത്തെ സൈഡിൽ നിന്ന്. നമ്മൾ വെച്ചപ്പോൾ നല്ല പച്ച കളറായിരുന്നു, ഇപ്പം നോക്കിയേ നല്ല ഓംലെറ്റിൻ്റെ കളറായി. നമ്മളിതിനെ മറിച്ചിടാൻ വേണ്ടി പോവാണ് കേട്ടോ. ചെറിയ കള്ളപ്പം, നമ്മുടെ നാട്ടിലൊക്കെ കള്ളപ്പം ഉണ്ടാക്കുന്നതിന് ഇതുണ്ടോ? ആഹാ, ഓ മമ്മി സത്യം പറയാം, എനിക്ക് വിശന്നിട്ട് രക്ഷയില്ല. ഓ നല്ല മണം വരുന്നുണ്ട്. മണം വീഡിയോയ്ക്ക് കാണിക്കാനുള്ള എന്തെങ്കിലും ടെക്നോളജി ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേനെ, പക്ഷേ കേൾപ്പിച്ച് കൊടുത്തേനെ. നോക്കിയേ നല്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വീട്ടിൽ മീനൊക്കെ മേടിക്കുമ്പോഴേക്കും, ഇത് യൂഷ്വലായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ മീനിൻ്റെ വീട്ടിൽ മുട്ട കിട്ടാറുണ്ട്. ഈ മുട്ട നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ മേടിക്കും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ട ഒരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഇനി ഇതുപോലത്തെ തന്നെ ഒരു സെറ്റും കൂടെ വറക്കാനുള്ളതുണ്ട്. ഈ മമ്മി രണ്ടാമത്തെ സെറ്റ് മുട്ട ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നു. പപ്പ ഇവിടെ പപ്പയ്ക്കുള്ള ചപ്പാത്തി റെഡിയാക്കുന്നു. ചപ്പാത്തി റെഡിയാക്കുന്ന മാത്രമല്ല അപ്പയുടെ വായിലോട്ട് അപ്പൊ കഴിച്ചെടുത്ത് എങ്ങനെയുണ്ട്? സൂപ്പറാ ആണോ? ഓ ഞാനത് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാന്ന് വിചാരിച്ചത്. ജിലേബി മമ്മി പരിപ്പോടെ പോറ്റിരിക്കുന്നു മമ്മി. പകുതി പപ്പ തന്നാലും അത്ര ടേസ്റ്റ് ഞാൻ കഴിച്ചല്ലേ, ഒരെണ്ണത്തിൻ്റെ പകുതി. ഇഷ്ടപ്പെട്ടുള്ളവരുടെ ഒരു കുഴപ്പമില്ല ഇതുണ്ടല്ലോ. ഇനി ഞാനാണെങ്കിൽ ഇത് ചപ്പാത്തി ചുട്ടിട്ട് ബീഫ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരും കൂടെ വന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ പരിപ്പോട. ശരിക്കും കറക്റ്റ് ഞാനും മമ്മിയോടാണ് പറഞ്ഞു പരിപ്പോട പോലിരിക്കുന്നത്. പപ്പ അങ്ങോട്ട് വിളിച്ചു മൊത്തം കഴിക്കാം. എങ്ങനെയുണ്ട്? ആണോ? പപ്പ വിളിച്ചാൽ പപ്പയ്ക്ക് കഴിക്കാം കേട്ടോ. ഏറ്റവും വലുത് പിടിച്ചു പപ്പ. ചേച്ചി എടുത്തു ഓൾറെഡി. കറക്റ്റ് ഓംലെറ്റ് പോലെ ഇരിക്കുന്നത്. അവിടെ ജോലി എടുത്തു പരിപ്പോട. പരിപ്പോട എന്ന് പറയുകയാണെങ്കിൽ വിചാരിച്ച് കഴിക്കാം. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കി. നാളെ പിടിക്കാം. നാളെ എന്താണെന്ന് കിട്ടും കേട്ടോ. അതിനുള്ള പരിപാടി നമ്മളോട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ മീനെ പിടിച്ചു തരാം. പിന്നെ എല്ലാവരും പിടിച്ചു അല്ലേ? അതെ, ഹാങ്കുട്ടന് ചപ്പാത്തിയുടെ കൊടുത്ത് ഹാങ്കുട്ടന് ഒന്ന് കഴിച്ച് കാണിച്ച്. ചപ്പാത്തി അല്ല മുട്ട കഴിക്കും. ചപ്പാത്തി ഒന്നും കഴിക്കുന്നില്ലേ? ആ കടിക്കും അങ്ങോട്ട്, ശക്തിമാനെപ്പോലെ കടിക്കും. എങ്ങനെയാ? സൂപ്പറാണോ? കുഞ്ഞുമരത്തിൽ കൊടുത്തേ. ആ കഴിക്ക്. അതെ, ആണോ? എനിക്കൊന്ന് ഒരു ചോറിനാണോ വെച്ചേക്കാം ഒരു കഷ്ണം. ഓട്ടെ പപ്പയ്ക്ക് പുല്ല് വീണ്ടും. അയ്യോ ജയന്റ് സാധനം, വലിയ പുല്ലൻ. അപ്പേ വലിയ പുല്ലിന് ഒരു 1/2 കിലോ എങ്കിലും കാണും. പിടിച്ചോ അത് കുഴപ്പമില്ല. അപ്പ പിടിച്ചോ. അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പ പിടിച്ചോളാം എങ്ങനെയെങ്കിലും. എങ്ങനെ കൊണ്ടുവരും അപ്പറേ? അപ്പുറത്ത് കൊണ്ടു. അവിടെ അതിന് പുറകെ ഒരു 10 പുല്ലൻ അതുണ്ടോ? എന്നാ പപ്പ അപ്പുറം കൊണ്ട്. അപ്പുറം ഞാൻ അപ്പുറം കൊണ്ടുവരാം. മഴയില്ല അപ്പ അപ്പുറം അപ്പേ. ഞാൻ അപ്പുറം വരാവേ. പൂക്കല മമ്മി മീൻ്റെ വലിപ്പം കണ്ടോ? അപ്പം ഇങ്ങോട്ട് കൊണ്ടുവാ.
ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്. അയ്യോ അയ്യോ, അയ്യോ. എൻ്റെ അപ്പി. ഇതിന്റെ വലിപ്പം കണ്ടോ? ഇത് രോഗമാണോ അത്? അല്ല പുല്ല്. ഈ വലിപ്പം ഈ പോവേ അടുത്ത് അപ്പേ അതിന്റെ കൂടുതൽ വലിയ പുല്ല് അവിടെ കഴിഞ്ഞ് പിടിച്ചേക്കാം.